പത്തനംതിട്ട കുമ്പഴയിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രവീൺ പുരുഷോത്തമുണ്ട്. പ്രവീൺ, അവിടെ അച്ഛൻ കോവിലാറിന് സമീപം വലിയ രീതിയിൽ മാലിന്യ നിക്ഷേപം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ സാഹചര്യം എന്താണ്? പ്രദേശവാസികൾ എന്താണ് പറയുന്നത്? വിനീത, പത്തനംതിട്ട കുമ്പഴയിലെ ദൃശ്യത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. ഇത് പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നിന്നുള്ള ഒരു ഉപ റോഡാണ്. കേവലം ആ സംസ്ഥാന പാതയിൽ നിന്നും 20-30 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു ഉപ റോഡിൻ്റെ വലതുവശത്ത് കാണുന്ന മാലിന്യ കൂമ്പാരമാണത്. ചാക്ക് കെട്ടുകളിലൊക്കെ മാലിന്യം ഇങ്ങനെ പരസ്യമായി ഇവിടെ റോഡരികിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇത് ഒരു പുരയിടമാണ്. ഇപ്പോൾ നമുക്ക് റോഡിൻ്റെ ഒരു വശത്ത് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ മാത്രമാണിത്. പക്ഷേ ഈ പുരയിടത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ പുരയിടം മുഴുവൻ ഇങ്ങനെ മാലിന്യ ചാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് നീക്കാൻ നഗരസഭാ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ ഭാഗത്തൊക്കെ ജനവാസ മേഖലയാണ്. ഇതിപ്പോൾ നിങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരമാർഗം? ഇതിന് പരിഹാരമാർഗം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഈ വേസ്റ്റ് കൊണ്ടുപോകാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് ക്രിയാത്മകമായിട്ടുള്ള സംസ്കരിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. ഇതിപ്പോൾ അമേരിക്കയിലുള്ള ഒരു ആളുടെ വസ്തുവാണ്. അദ്ദേഹം അറിയുന്നില്ല ഇത് ഇവിടെ കൊണ്ടിടുന്ന കാര്യം. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അവിടെ ജോലി, അദ്ദേഹം വളരെ പ്രായവുമാണ്. ആയിരക്കണക്കിന് ടണ്ണ് മാലിന്യങ്ങൾ, കക്കൂസ് പൊളിച്ച വേസ്റ്റുകൾ, ടൈൽസുകൾ, അതുപോലുള്ള നശിച്ചു പോകാത്ത പ്ലാസ്റ്റിക്, ഫൈബർ, ഇത് കണ്ട ഒരു ബാത്റൂമിൻ്റെ സിങ്കാണത്. ആ സിങ്ക് കുളിക്കുന്ന സാധനം, അതുൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യുന്നത്. ഇത് CPM ഭരിക്കുന്ന ഒരു വാർഡാണ് 20-ാം വാർഡ്. ഇവിടെ പോലും യാതൊരുവിധ മാലിന്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അവർ നഗരസഭ തയ്യാറല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വർത്തമാനം പറയുകയല്ല നഗരസഭയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് യാതൊരു. വിനീത, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി മാറിക്കഴിഞ്ഞാൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പുരയിടം മുഴുവൻ, അതായത് ആൾതാമസമില്ലാത്ത ഇടങ്ങൾ, അവിടെ അങ്ങ് മാലിന്യം കൊണ്ട് തള്ളുക എന്ന ശീലമാക്കിയിരിക്കുന്നു. നമുക്ക്